പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 16 സ്തോത്രം ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചിരുന്നു. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ നമ്മളെ അതിലൊന്നും പെടാതെ നമ്മുടെ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ച്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നമ്മളെ ഉള്ളം കയ്യിൽ വരച്ച് സൂക്ഷിച്ച നമ്മുടെ അപ്പയ്ക്ക് കരമുയർത്തി സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ്, സ്തോത്രം അപ്പ, സ്തോത്രം 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 അപ്പ, സ്തോത്രം അപ്പ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രിക്കാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച പിതാവിന് കരമുയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലവും അവൻ രാവിലെ നമ്മളെ ഉണർത്തിയില്ലേ, നമ്മൾ കിടന്നുറങ്ങി. കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ഉണർന്നത്, നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. അതെ, ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ആമേൻ. ഇന്നത്തെ പകൽക്കാലം നമുക്ക് ആവശ്യമായതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം, അതെ, പിതാവ് നമ്മളെ ഉണർത്തുമ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അപ്പയ്ക്ക് അറിയാം. ആമേൻ. ഇന്നത്തെ പകൽക്കാലം നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് അതിനെല്ലാ ക്രമീകരണങ്ങളോ ചെയ്തിട്ടാണ് നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഇന്ന് പകൽക്കാലത്തിനായിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. പിതാവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ലോർഡ്. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി, അങ്ങ് നടത്തുന്ന വിധങ്ങൾക്ക് നന്ദി, അങ്ങ് പരിപാലിക്കുന്ന വിധങ്ങൾക്ക് നന്ദി, അങ്ങ് സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന കർത്താവിൻ്റെ വലിയ കൃപയെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു, താങ്ക് യു അപ്പ, താങ്ക് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങിൽ നിന്ന് പ്രാപിപ്പാൻ ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അപ്പോൾ വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. അവരുടെ ആവശ്യങ്ങളിൽ അപ്പോൾ കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്തു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയ ബന്ധത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും ജീവിപ്പാൻ അപ്പോൾ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങ് സഹായിക്കണമേ. അങ്ങുമായിട്ടുള്ള വലിയ ബന്ധത്തിലായിരിക്കാൻ ദൈവാത്മാവ് സഹായിക്കണമേ. യെസ് ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ വലിയ സ്നേഹം, അങ്ങയുടെ വലിയ കൃപ ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിപ്പാൻ ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് യൂറിനറി ഇൻഫെക്ഷനുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. മെനഞ്ചൈറ്റിസ് മാതിരിയുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ടൈഫോയിഡ് മാതിരിയുള്ള രോഗങ്ങൾ, ആമേൻ, അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം, ആമേൻ, ജോണ്ടിസ്, അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിൻ്റെ എല്ലാ ആഫ്റ്റർ എഫക്റ്റുകളും ആമേൻ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. വിദേശ യാത്രകൾക്ക് വേണ്ടി ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ബ്ലഡിനകത്ത് പ്രശ്നങ്ങൾ കാണിക്കുന്നു. അതിപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ സൗഖ്യം വരട്ടെ. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് അതിപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആ ബ്ലഡ് റിപ്പോർട്ടുകളൊക്കെ നോർമലാകട്ടെ. അപ്പം യാത്രയ്ക്ക് ഉള്ള തടസ്സങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറി ബ്ലഡ് റിപ്പോർട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങൾക്കായിട്ടും സ്തോത്രം. ഈ വർഷത്തിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. വലിയ ദൈവകൃപ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെയും ദൈവിക ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വേഗത്തിലൂടുന്ന ദൈവത്തിൻ്റെ വചനമായി ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷം അവൻ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ഈ ദിവസങ്ങളിൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ജോലിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. സാമ്പത്തിക വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ബിസിനസ്സുകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെ കരം പ്രവർത്തിച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ ഗ്രേസ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പ്രത്യേക
പ്രത്യേകമായ ആ കുടുംബങ്ങളെ കർത്താവ് സൂക്ഷിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കാനുള്ളത്, നമുക്ക് രാവിലെ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നമ്മുടെ ഇന്ത്യൻ സമയം 9:30 ആകുമ്പോൾ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഈ വർഷത്തെ ഈ ലാസ്റ്റ് ഡേയ്സ് ആണ്. അതുകൊണ്ട് ഒരു മീറ്റിങ്ങോളം മിസ്സാകരുത്. നമ്മളെ പുതിയ വർഷത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും കഴിഞ്ഞ വർഷത്തെ ദൈവം ചെയ്ത നന്മകൾക്കായിട്ട് നന്ദി പറയുന്ന മീറ്റിങ്ങുകളായതുകൊണ്ട് ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഒറ്റ മീറ്റിംഗ് പോലും നഷ്ടപ്പെടുത്തരുതെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകളെ ഒന്ന് ഉയർത്തി പിടിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിന് വലിയ മഹത്വം ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. വചനം ഞങ്ങളോട് ശക്തമായി ഇടപെടണം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ നടുവിൽ നടക്കണം. ലോകവ്യാപകമായ ഒരു റിവൈവലിന് ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് മുഖാന്തരമായി തീരും. അതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് മറക്കാതെ പങ്കെടുക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സങ്കീർത്തനം 47 6 ഭാഗം നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, നമ്മുടെ രാജാവിനെ സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. ആമേൻ. ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ജീവിതത്തിൽ ഓരോ നന്മകൾ ലഭിക്കുമ്പോഴും, ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും അതാത് സമയങ്ങളിൽ അടിവായി നിൽക്കുന്ന സ്തുതിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിക്കുവാൻ നമ്മൾ മറന്നു പോകണം. അതാത് സമയങ്ങളിൽ. ആമേൻ. ഓരോ സാഹചര്യങ്ങളിൽ ഇപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു കാര്യമാണ് കർത്താവ് ചെയ്തതെങ്കിൽ അന്നേരം തന്നെ ദൈവത്തിന് അവിടെ സ്തുതി പറയണം. അന്നേരം തന്നെ അത് ആരോടെങ്കിലും ഒരു സാക്ഷ്യമായിട്ട് പറയണം. കർത്താവ് ഇന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു എന്ന് പറയുവാൻ നമ്മൾ ധൈര്യം കാണിക്കണം, മടി കാണിക്കരുത്. ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തുതി പറയണം. ആമേൻ. ദൈവത്തിന് അതിന് കർത്താവ് മാത്രമാണ് അർഹൻ. സ്തോത്രങ്ങൾക്കും സ്തുതികൾക്കും യോഗ്യൻ ആര് മാത്രമാണ്? കർത്താവ് മാത്രമാണ്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവത്തെ സ്തുതിച്ച് ആമേൻ ഇങ്ങനെ നമുക്ക് വേണം പറയാം, കുന്നുകൂടുന്നത് പോലെ സ്തുതികൾ കൂട്ടുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അത് വലിയ അനുഗ്രഹമായി തീരും. കർത്താവ് നമുക്ക് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തരുന്ന ഓരോന്നും ഓരോ വിജയങ്ങൾ ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിനൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ലഭിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷിക്കാത്തത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്തുമായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആമേൻ, അത് നമ്മളെ നിസ്സാരമായി കാണാതെ ഉടൻ തന്നെ അതിന് നമ്മൾ നന്ദി പറയണം. ഉടൻ തന്നെ അതിന് സ്തോത്രയാഗം അർപ്പിക്കണം. ഉടൻ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തു. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് പറയത്തില്ല. കാരണം നമ്മൾ വിചാരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് അസൂയ ഉണ്ടാകും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് ചെയ്തത് പറയുന്നതിന് നമ്മൾ ഒരു രീതിയിലും മടിക്കരുത്. ഒരു തിന്മയും അത് മുഖാന്തരം ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മളിലൂടെ ഒരു ആത്മീയമായ അനുഗ്രഹം ഉണ്ടായാൽ പോലും, ഇപ്പം പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെല്ലാവരെക്കാളും അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. 1 കൊരിന്ത്യർ 14 അതിൻ്റെ 18 വാക്യത്തിലാണ് പറയുന്നത്, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നിലൂടെ കൂടുതൽ കൃപകൾ, ദൈവിക കൃപകൾ, ആത്മീകമായ കൃപകൾ ഒഴുകുമ്പോഴും പൗലോസ് എന്ത് ചെയ്യുക? ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പോൾ നമ്മളെ ദൈവം ഉപയോഗിക്കുമ്പോൾ ഒരു മാറിയിരുന്ന് റൂമിനകത്തിരുന്ന് ദൈവത്തിന് നന്ദി പറയണം. പലപ്പോഴും നമ്മൾ സ്തോത്രം പറയാൻ മടിക്കും. പണ്ട് ബെനിഹിൻ്റെ ആദ്യകാല സീസണുകളിൽ അദ്ദേഹം കർത്താവിൻ്റെ ദാസൻ പറയുകയുണ്ടായി. ഒരു പ്രാവശ്യം അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞു, ദൈവത്തിന് സ്തോത്രമൊക്കെ പറഞ്ഞു, മീറ്റിംഗ് വളരെ അനുഗ്രഹമായി കഴിഞ്ഞപ്പോൾ പിന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സ്തോത്രം പറയാൻ മറന്നുപോയി, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ മറന്നുപോയി. കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് കർത്താവ് ചെയ്ത് തന്നിലൂടെ പ്രവർത്തിച്ചതിനെക്കുറിച്ച് പറയാൻ മറന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ വീണ്ടും ഉപദേശിച്ചതായിട്ടൊക്കെ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിലൂടെ ചിലത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മാറിയിരുന്ന് സ്തോത്രം പറയണം. ദൈവം നമ്മളിലൂടെ
കർത്താവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ മാറിയിരുന്ന് സ്തോത്രം പറയണം. കർത്താവ് നമുക്ക് നന്മകൾ തരുമ്പോൾ, അനുഗ്രഹങ്ങൾ തരുമ്പോൾ പ്രത്യേകമായിട്ട് സമയം വേർതിരിച്ച് ദൈവത്തിന് സ്തോത്രം. ഇപ്പം നമ്മളിതിൻ്റെ മാസത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തിന് സ്തോത്രം പറയാനായിട്ട് കൂടി വരുന്നത്. കാരണം ഒരു മാസം നടത്തിയതിന് നമ്മൾ മാറിയിരുന്ന് ദൈവത്തിന് സ്തോത്രം പറയുക. ജീവിതത്തിൽ ഒരു പ്രമോഷൻ കിട്ടുമ്പോൾ, ഒരു നന്മ കിട്ടുമ്പോൾ കുറച്ച് സമയം ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സ്തോത്രം പറയണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലും പൗലോസ് പറയുന്നുണ്ടല്ലേ, സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലായിടത്തും ദൈവം ചെയ്യുന്ന നന്മകൾക്ക് എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കും. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കർത്താവിന് സ്തോത്രം പറയുന്നത്. അതുകൊണ്ട് ഈ താങ്ക്സ് ഗിവിംഗ് മന്തിൽ പ്രിയപ്പെട്ടവരെ നിരന്തരമായി വരും ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്തതും ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടതിന് നിങ്ങൾക്ക് നന്ദി. ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് നന്ദി. അതിലുപരി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങൾക്കും പ്രതിഫലം തരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. Thank you so much one more time. വൈകിട്ടത്തെ മീറ്റിംഗ് മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.